എന്തായിരുന്നാലും വീണ്ടും അടുത്ത അടിയിലേക്ക് പോകുന്നതിന് മുമ്പായി AICC തീരുമാനിച്ചു തൽക്കാലം സണ്ണി വക്കീൽ അധ്യക്ഷ സ്ഥാനത്ത് അങ്ങ് തുടരട്ടെ. കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി വക്കീലിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സണ്ണി വക്കീൽ ചെയ്തു തന്നെ പോകണം എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വീണ്ടും അതായത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല നിയമനങ്ങളുണ്ട്. അതായത് AICC പ്രഖ്യാപിച്ച ചില രാഷ്ട്രീയ പരിപാടികളുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഒരു തീരുമാനം മാസങ്ങളെടുക്കും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ. അതായത് പിന്നെ AICCയുടെ ചില പരിപാടികൾ, പിന്നെ അതോടൊപ്പം തന്നെ ബോർഡ്, കോർപ്പറേഷൻ, അത് ഇതുപോലെ അക്കാഡമി, ചലച്ചിത്ര അക്കാഡമി, സംഗീത സാഹിത്യ അക്കാഡമി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അക്കാഡമികളും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെയുള്ള നിയമനങ്ങൾ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ്. അപ്പം പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കിയാൽ മതി എന്നതായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. അപ്പോൾ അത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാര്യം പുതിയ ഒരു പ്രസിഡന്റ് വരുന്നത് വരെ ഇത്തരം പോസ്റ്റുകൾ ഒഴിച്ചിടുന്നത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം തന്നെ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ അടൂർ പ്രകാശ് പിന്നെ ഇനിയിപ്പോൾ AICCയുടെ പുതിയ തീരുമാനം വന്നു കഴിഞ്ഞു. സണ്ണി വക്കീൽ തുടരട്ടെ എന്ന് തന്നെയാണ് പുതിയ തീരുമാനം. സണ്ണി വക്കീൽ മന്ത്രിയുടെ മുൾക്കിരീടം ചൂടിയിരിക്കുകയാണല്ലോ, നമുക്കറിയാം. മന്ത്രിയായത് ആണ്ട് മുൾക്കിരീടം എടുത്ത് തലയിൽ വെച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മന്ത്രിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സണ്ണി വക്കീലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയോ അല്പന് വീണ് കിട്ടിയ എന്തോ സാധനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പിന്നെ നമ്മുടെ സണ്ണി വക്കീലിന് കിട്ടിയിരിക്കുന്ന വൈദ്യുത വകുപ്പ്. ഒരു പ്രയോജനമില്ല. വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കും പ്രയോജനമില്ല, വകുപ്പിനും പ്രയോജനമില്ല, നാട്ടുകാർക്കും ഗുണമില്ല. അതുപോലെ തന്നെയാണ് പുള്ളി KPCC ആസ്ഥാനത്തിരിക്കുന്നത്, KPCCയുടെ തലപ്പത്തിരിക്കുന്നത്. പുള്ളിക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനമില്ല. പാർട്ടിക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് ഗുണമില്ല. നാട്ടുകാർക്ക് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. അതാണ് അധ്യക്ഷൻ്റെ ഒരു ഗുണം. ഇത്തവണ പിന്നെ AICCക്ക് ഒരു അമിതാത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ വേണ്ട തീരുമാനങ്ങളിലേക്ക് പോയപ്പോഴാണ് നാട് എമ്പാടും KPCC അധ്യക്ഷന്മാരുടെ ബഹളമാണ്. പിന്നെ മാത്യു കുഴൽനാടൻ മുതൽ ഇങ്ങ് അറ്റത്ത് പിന്നെ നമ്മളിങ്ങോട്ട് നോക്കിയാൽ ബെന്നി ബെഹനാന്, അതോടൊപ്പം തന്നെ ജോസഫ് വാഴക്കൻ, ഷാഫി പറമ്പിൽ എന്ന് വേണ്ട ഒരു പറ്റ കൊടിക്കുന്നിൽ സുരേഷ് വരെ തനിക്ക് KPCC അധ്യക്ഷനാകണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോയി. അതോടൊപ്പം ആന്റോ ആന്റണിയും പറയുന്നു ആന്റോ ആന്റണിക്കും ഇവിടെ KPCC അധ്യക്ഷനാവണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6-7 പേര് വന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ എണ്ണം അനുസരിച്ചുള്ള ആൾക്കാർ KPCC അധ്യക്ഷനാകാൻ വേണ്ടി തയ്യാറെടുത്ത് കച്ച കെട്ടിയിരിക്കുകയാണ്, കുപ്പായം തയ്പ്പിച്ച് അയൺ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ AICCയിലുള്ള തലപ്പത്തിരിക്കുന്നവർക്ക് മനസ്സിലായി ഇത് ഒരു നടക്കി പോകുന്ന കാര്യമൊന്നുമല്ല. പിന്നെ തന്നെയുമല്ല, ഇവിടെ AICC പ്രഖ്യാപിച്ച കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ ഈ ഛാത്രോങ്കി ഗുഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. അതോടൊപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചില നിയമനങ്ങൾ, ചില അക്കാഡമി നിയമനം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡ്, കോർപ്പറേഷൻ, അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ പരസ്യമായി PC വിഷ്ണുനാഥിനെ തന്നെ വേദിയിലെത്തിക്കൊണ്ട് ചലച്ചിത്ര അക്കാദമിക്ക് തലവനില്ലാതെ പോയതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറയുകയും ചെയ്തു. ഇതൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അധ്യക്ഷൻ ഉണ്ടായേ പറ്റൂ. ഒരു KPCCക്ക് പേരിനെങ്കിലും ഒരു അധ്യക്ഷൻ, ഇപ്പോഴും അത് തന്നെയാണല്ലോ, പേരിനെങ്കിലും ഒരു അധ്യക്ഷൻ ഉണ്ടായേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ സണ്ണി വക്കീൽ തന്നെ തൽക്കാലം മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ് AICC തീരുമാനിച്ചിരിക്കുന്നത്. പ്രയോജനമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരാൾ ഇരിക്കുന്നതല്ലേ നല്ലത് എന്നങ്ങ് ചിന്തിച്ചു. കാരണം ഇവരെ ഒന്നും നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 6-7 പേര് അല്ലെങ്കിൽ എനിക്ക് KPCC അധ്യക്ഷനാവണം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറായി ചെവി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ അണ്ടർഗ്രൗണ്ട് പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നു, ചിലർ നേരിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെയല്ല KC വേണുഗോപാലിൻ്റെ മനസ്സിൽ ചില പേരുകൾ ഉണ്ട് താനും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ ഓടിപ്പോകുന്നതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറാമുട്ടിയാണ്. കീറാമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പിന്നെ എത്ര കണ്ട് ശ്രമിച്ചാലും ഒരു സമവായത്തിലെത്തി ഒരു നേതാവിനെ കൊണ്ടുവരാൻ കഴിയില്ല. ഇനി വരുന്ന നേതാവാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും മുഖ്യമന്ത്രിക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരാളായിരിക്കണമെന്നൊരു നിർബന്ധം കൂടി ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കൂടി താല്പര്യമുള്ള ഒരാളാവണം എന്ന് പറയുന്നത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കും അറിയാം, കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയാം. ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ 2016 വരെ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്.
ഈ ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ വിടാതിരുന്നത് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരനായിരുന്നു എന്നൊരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു മദ്യനയം ഉണ്ടായിരുന്നു. ബാറുകൾ പൂട്ടുന്നതുമായി നിലവാരം കുറഞ്ഞ ബാറുകൾ പൂട്ടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കിയത് VM സുധീരൻ എന്ന് പറഞ്ഞ ആശയധീരനായ നേതാവായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി ചരടുവലികൾ പലതും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് KC വേണുഗോപാൽ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. കാരണം KCക്ക് ഏറ്റവും നോട്ടമുണ്ടായിരുന്ന ഒരു പദവിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. അതിനുവേണ്ടി തുടക്കം മുതൽ തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലെ ആലപ്പുഴയിൽ നിന്ന് MP ആകുന്നു. MP ആയതിനു ശേഷവും കേരളത്തിലെ പല വിഷയങ്ങളിലും മുക്കിലും മൂലയിലും എത്തി അദ്ദേഹം പലരെയും കാണുകയും സഹകരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവിടെ കേരളത്തിൽ PR വർക്കുകളുമായി ഇവിടെ എല്ലാവരും കളം പിടിച്ചപ്പോൾ, അതായത് VD സതീശനും ചെന്നിത്തലയ്ക്ക് മാത്രമേ ഉള്ളൂ വലിയ PR വർക്കില്ലാതെ, അല്ല അദ്ദേഹത്തിൻ്റെ PR വർക്കെല്ലാം ഭൂലോക തോൽവിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അദ്ദേഹം ഇടയ്ക്ക് ഡോക്യുമെൻ്ററി എന്തൊക്കെ ഇറക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ PR വർക്കുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനേക്കാൾ വലിയ തോൽവിയായിട്ട് KC വേണുഗോപാലിൻ്റെ PR വർക്ക് നടക്കുന്നത്. അതെന്തായിരുന്നു? ഇവിടെ പോകുന്നു, തൊഴിലുറപ്പ് സ്ത്രീകൾക്കൊപ്പം വരുന്ന കപ്പയും മീനും കഴിക്കുന്നു, കപ്പയും കാന്താരി മുളക് അടച്ചതും കഴിക്കുന്നു, വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു, അവിടെ നിന്നുകൊണ്ട് കപ്പയും മുളക് കറിയും മീൻ കറിയും ഒക്കെ കഴിക്കുന്നു. ഇതൊക്കെ കഴിച്ച് എന്നിട്ട് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരും, നിങ്ങളുടെ വില വർധനവ്, മുളകിൻ്റെ വില വർധനവ്, അരിയുടെ കപ്പയുടെ ഒക്കെ വില വർധനവ് ഞാൻ കൺട്രോൾ ചെയ്ത് തരാം എന്നുള്ള നിലയ്ക്ക് വരെ അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് പ്രിയദർശിനി പദ്ധതി. ഈ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സിനകത്ത് സ്ത്രീകൾക്കിടയിൽ കയറി ചെയ്യുന്നതുകൊണ്ട് അവരുടെ യാത്രകൾ പൂർണ്ണമായി സൗജന്യമാക്കി കൊടുക്കുമെന്ന് പറയുന്ന ഒരു വിളംബരം നടത്തിയ ഒരാൾ തന്നെയാണ് KC വേണുഗോപാൽ. അതും രമേശ് പിഷാരടി എന്ന് പറയുന്ന പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു അന്ന് അത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ KC വേണുഗോപാൽ ഒന്നും കാണാതെ പ്രവർത്തിച്ചതല്ല എന്ന് ഊഹിക്കാൻ മാത്രം ബുദ്ധിയുള്ളവരാണ് നമ്മൾ കേരളത്തിലുള്ളവർ. അപ്പോൾ KCക്ക് അന്ന് മുതൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തോട് വല്ലാത്ത ഒരു പ്രണയവും താല്പര്യവും ഉണ്ടായിരുന്നു. അപ്പം അതിന് വിഘാതമുണ്ടായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇതിന് പിന്നെ ഇവിടെ നിന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ VD സതീശനെ പിന്തുണച്ചു. VD സതീശനെ പിന്തുണച്ചുകൊണ്ട് VD സതീശന് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരുപറ്റ നേതാക്കന്മാരുണ്ടാവുകയും ചെയ്തു. അങ്ങനെ KCക്ക് MLA ആയിരുന്നു, അതേ ഇരിക്കൂറിൽ മണ്ഡലം വരെ കണ്ടെത്തിയിരുന്നു. തനിക്ക് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൃത്യമായൊരു മണ്ഡലം വരെ KC വേണുഗോപാൽ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇമാതിരി കളികളെല്ലാം കളിച്ചത്. പക്ഷേ ലീഗുകാർ ഇടഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ലീഗിൻ്റെ വോട്ട് കൊണ്ടിട്ടാണ് വയനാട്ടിൽ നിന്നും ഒരുപറ്റം ആളുകൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ലോകത്ത് ഒരിടത്ത് നിന്നാലും ഇന്ത്യയിൽ എവിടെ നിന്നാലും തോറ്റുപോകുന്ന രണ്ട് പേര്, അതായത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ജയിക്കാൻ കാരണം വയനാടാണ്. അപ്പോൾ വയനാട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടിട്ടാണ് പിന്നെ പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ ഇദ്ദേഹവും ജയിച്ചു വന്നത്, പിന്നെ രാഹുൽ ഗാന്ധിയും ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ലീഗിൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ലീഗുകാർ പറഞ്ഞു, ഇനി നിങ്ങളുടെ രണ്ട് വലിയ ഹൈക്കമാൻഡ് പുലികളെന്നും പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ കൊണ്ട് തീർത്ത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കാരണം മുസ്ലിം ലീഗിന് താല്പര്യമുള്ള ഒരാൾ പിന്നെ VD സതീശനാണ്. തന്നെയുമല്ല, VD സതീശനാണ് പുതിയുഗ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളമെമ്പാടും നടന്ന് ആരോഗ്യം കളഞ്ഞതെന്നും ലീഗുകാർക്കും അറിയാം, ഒരുപറ്റം കൊച്ചു നേതാക്കന്മാർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നേതാക്കന്മാർക്കും ഈ ലീഗിനും അറിയാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അനുഗുണനായ വ്യക്തി VD സതീശനാണ് എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് മനസ്സിലായി. അങ്ങനെ ഒരു സമവായത്തിലെത്തുകയും ആ സമവായത്തിൻ്റെ ഭാഗമായി VD സതീശനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തതാണ്. അപ്പോൾ തൻ്റെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞ, തൻ്റെ അവസരം തട്ടിയെടുത്തുകൊണ്ട് പോയ VD സതീശനോട് ചെറുതല്ലാത്ത എതിർപ്പ് ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ KC വേണുഗോപാലിൻ്റെ ഉള്ളിലുണ്ടാകാം. പിന്നെ കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടമാകരുത് എന്ന് കരുതി മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടമാകാതെ തന്നെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ച് നേടിയിരിക്കുന്ന ആ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുക എന്നുള്ളത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തന്നെ പിടിമുറുക്കാൻ കഴിയുന്ന തരത്തിൽ കുറേയധികം മന്ത്രിമാരെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. MLA മാരെ അദ്ദേഹം ചാക്കിട്ട് കൈ വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, ഒരു പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നല്ല 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയിലെ MLA മാരെ കേന്ദ്ര നിരീക്ഷകർ വന്നിരുന്നുകൊണ്ട് കാണുകയും ഓരോ MLA മാരെ കണ്ടിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ ആര് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ പറയൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടേയില്ല. ഇതുണ്ടായി ഈ സവിശേഷമായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇറക്കുന്നെങ്കിൽ ഇനിയിപ്പോൾ തനിക്ക് കൂടി വിശ്വസ്തനായ ഒരു വ്യക്തിയെ മാത്രമേ ഇറക്കൂ. KC പറഞ്ഞാൽ കേൾക്കുന്നവർ തന്നെയാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും. സോണിയാഗാന്ധി ഇപ്പോൾ തന്നെ പൊതുവേദിയിൽ പ്രസംഗിക്കാൻ പോലും അറിയാൻ വയ്യാത്തൊരു നേതാവാണ്. അപ്പം
ഇവർക്കെല്ലാവർക്കും കേസി പറയുന്നതാണ്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ വന്നിരുന്ന് വിവരക്കേട് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തിരുന്നു CPM. ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, എനിക്കറിയില്ല, എനിക്ക് രാഹുൽ ഗാന്ധി എഴുതി തരുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ഇത്രേ എനിക്ക് അറിയൂ എന്ന് പറഞ്ഞൊരു നേതാവാണ് ഈ രാഹുൽജി. അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കേസി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നീക്കമില്ല. അതുകൊണ്ട് തൽക്കാലം സണ്ണി വക്കീലിനെ പോലെയുള്ള ഒരു വലിയ കഴിവൊന്നും ഇല്ലാത്ത, എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് ഇരുത്തണമല്ലോ എന്ന് കരുതി ഇരുത്തിയിരിക്കുന്ന ഒരാളെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്. കാരണം പ്രയോജനമില്ല. അവിടെ മാത്യു കുഴൽനാടൻ വന്നു കഴിഞ്ഞാലും അത് ഇദ്ദേഹത്തിന് എതിരായിരിക്കും, VD സതീശനെതിരായിരിക്കും. പക്ഷേ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് മൂവാറ്റുപുഴ പുതിയ ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതൊരു കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എല്ലാം കലങ്ങി നല്ലപോലെ കലങ്ങും. തെളിയുമ്പോൾ ആരൊക്കെ അതിൻ്റെ അടിയിൽ അടിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും തൽക്കാലം KPCC അധ്യക്ഷ സ്ഥാനത്ത് പ്രയോജനമൊന്നുമില്ലാത്ത സണ്ണി വക്കീൽ തന്നെ തുടരുമെന്നുള്ളതാണ് AICCയുടെ പുതിയ തീരുമാനം.